നമസ്കാരം. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഒരു വാടക ഹെലികോപ്റ്റർ നമ്മുടെ പിണറായി വിജയൻ്റെ സർക്കാർ എടുത്തിരുന്നു. അന്നത്തെ സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ലോക്നാഥ് ബെഹ്റയുടെ നിർദ്ദേശമനുസരിച്ചാണ് ഈ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത്. VIP-കളുടെയും VVIP-കളുടെയും യാത്രയ്ക്കും മാവോയിസ്റ്റ് നിരീക്ഷണത്തിനും വേണ്ടിയെന്നൊക്കെ പറഞ്ഞാണ് ഈ ഹെലികോപ്റ്റർ ബാംഗ്ലൂരുവിലെ പവൻ ഹംസ് എന്ന ഒരു ഏവിയേഷൻ കമ്പനിയിൽ നിന്ന് വാടകയ്ക്കെടുത്തത്. ഒരു വർഷത്തേക്ക് ഈ ഹെലികോപ്റ്ററിൻ്റെ വാടക 22.5 കോടി രൂപയായിരുന്നു. ഈ ഒരു കൊല്ലത്തിനിടയിൽ ഈ ഹെലികോപ്റ്റർ പറന്നതാകട്ടെ വെറും 5 തവണയും. അതിനുശേഷം വലിയ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടായി ഈ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തതോടുകൂടി. പക്ഷേ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് പ്രതിഷേധങ്ങൾക്കൊന്നും യാതൊരു വിലയുമില്ലാത്തൊരു കാലമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അത് വലിയ കാര്യമായെടുത്തില്ല സർക്കാരും മറ്റും. അന്നത്തെ പ്രതിപക്ഷം, ഇന്നത്തെ ഭരണപക്ഷമായ UDF അന്ന് പറഞ്ഞത് ഇത് വലിയൊരു ധൂർത്താണ് എന്നുള്ളതാണ്. കാരണം ഒരു വർഷം വെറും 5 തവണ പറന്ന ഒരു ഹെലികോപ്റ്ററിന് വേണ്ടി സംസ്ഥാനത്തെ പൊതു ഖജനാവിൽ നിന്ന് പിണറായി വിജയൻ്റെ സർക്കാർ പാഴാക്കിയത് 22.5 കോടി രൂപയാണെന്നറിയുമ്പോഴാണ് ഈ സർക്കാർ എങ്ങനെയാണ് ഈ സംസ്ഥാനത്തെ ഇത്ര പെട്ടെന്ന് ഇത്രയധികം കടക്കണിയിൽ എത്തിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ രൂപം നമുക്ക് കിട്ടും. അതിനുശേഷം രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു. ഈ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ചിപ്സൺ ഏവിയേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്ന് ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തു. 3 വർഷത്തേക്കായിരുന്നു കരാർ. ആദ്യത്തെ ഒരു വിവാദമൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് 85 ലക്ഷം രൂപയായിരുന്നു പ്രതിമാസം ഈ ഹെലികോപ്റ്ററിൻ്റെ വാടക. അങ്ങനെ 3 വർഷം കഴിയുമ്പോൾ കരാർ പുതുക്കണം. കരാർ പുതുക്കുമ്പോൾ വേണമെങ്കിൽ വീണ്ടും 2 വർഷത്തേക്ക് കൂടി പുതുക്കാം, അല്ലെങ്കിൽ അത് റദ്ദു ചെയ്യാം എന്നുള്ളതായിരുന്നു കരാർ. 8 തവണ മാത്രമാണ് ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈ 3 വർഷങ്ങൾക്കിടയിൽ ഹെലികോപ്റ്റർ പറന്നത്. അത് ഈ അവയവ മാറ്റവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആവശ്യങ്ങൾക്കായാണ് ഹെലികോപ്റ്റർ 8 തവണ പറന്നത് എന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത്. പല വിവരാവകാശ പ്രവർത്തകരും ആഭ്യന്തര വകുപ്പിന് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചു ഈ ഹെലികോപ്റ്റർ എത്ര തവണ പറന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ ചോദിച്ചുകൊണ്ട്. പക്ഷേ അത് രഹസ്യ സ്വഭാവമുള്ള കാര്യമാണ്, അതുകൊണ്ട് തന്നെ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ അപേക്ഷകളെല്ലാം തള്ളുന്ന ഒരു രീതിയാണ് കണ്ടത്. നമുക്കറിയാം അത് വലിയൊരു അഴിമതിയാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നതെന്ന് അന്ന് തന്നെ ആരോപണമുണ്ടായിരുന്നു. പിണറായി സർക്കാർ അധികാരത്തിൽ നിന്ന് മാറി ഇപ്പോഴിതാ വീണ്ടും UDF സർക്കാർ അധികാരത്തിൽ വന്നു. ഈ വരുന്ന ഓഗസ്റ്റിൽ, അതായത് അടുത്ത 1 മാസം കൂടി കഴിയുമ്പോൾ പിണറായി സർക്കാർ വാടകയ്ക്കെടുത്ത ഈ ഹെലികോപ്റ്ററിൻ്റെ കാലാവധി കഴിയും. ഓഗസ്റ്റിലാണ് അതിൻ്റെ കാലാവധി കഴിയുന്നത്. അപ്പോൾ ഇത് പുതുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പക്ഷേ സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹെലികോപ്റ്റർ ഇവിടെ ആവശ്യമുണ്ട്, അത് പുതുക്കണം എന്നുള്ളതാണ്. 85 ലക്ഷം രൂപയാണ് പൊതു ഖജനാവിൽ നിന്ന് ഇങ്ങനെ മാസം തോറും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. മാവോയിസ്റ്റ് നിരീക്ഷണത്തിൽ നിന്നൊക്കെ പറഞ്ഞാണ് ആദ്യം ലോക്നാഥ് ബെഹ്റയുടെ കാലത്തൊക്കെ ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തത്. പക്ഷേ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേരളത്തെ മാവോയിസ്റ്റ് മുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചു. അതുകൊണ്ട് തന്നെ മാവോയിസ്റ്റ് വേട്ടയ്ക്കൊക്കെ കിട്ടുന്ന ഫണ്ട് പകുതിയായി കുറച്ചു. അങ്ങനെ വരുമ്പോൾ ആ ഫണ്ടിൽ കുറവുണ്ടാകുമ്പോൾ അത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് എടുത്ത് ഈ ഹെലികോപ്റ്ററിന് വേണ്ടി കൊടുക്കേണ്ടി വരും. അന്ന് പ്രതിപക്ഷത്തിരുന്നപ്പോൾ UDF പറഞ്ഞത് ഇത് തീർത്തും അഴിമതിയാണ്, ഇങ്ങനെ ഒരു ഹെലികോപ്റ്ററിൻ്റെ ആവശ്യമില്ല, വെറുതെ പാഴാക്കി കളയുകയാണ് പണം എന്നൊക്കെയാണ്. പക്ഷേ നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവി പ്രഭാത ചന്ദ്രശേഖർ പറയുന്നത് ഇനിയും ഈ കരാർ പുതുക്കണം, ഇവിടെ ഹെലികോപ്റ്ററിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഇത് നമ്മുടെ VD സതീശൻ സർക്കാർ തള്ളുമോ കൊള്ളുമോ എന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയാനുള്ളത്. ഈ 85 ലക്ഷം രൂപ പ്രതിമാസം എടുക്കുമ്പോൾ 2000 രൂപ വെച്ച് എത്ര പേർക്ക് പെൻഷൻ കൊടുക്കാൻ കഴിയും? ഒന്നാമത് കേരളം മുമ്പെങ്ങുമില്ലാത്ത തരം കടക്കണിയിലാണ്. പിണറായി വിജയൻ്റെ സർക്കാർ ധൂർത്തിലൂടെ ഉണ്ടാക്കി വെച്ച ഈ വലിയ ഭീമമായ കടം, ആ കടബാധ്യത തീർക്കേണ്ട ഒരു ചുമതല ഇനിയുള്ള UDF സർക്കാരിനാണ്. എന്ന് മാത്രമല്ല, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നതോടെ ഏകദേശം 1000 കോടി രൂപയുടെ നഷ്ടമാണ് പ്രതിവർഷം സർക്കാരിന് KSRTCക്ക് ഉണ്ടാകുന്നത്. ആ പണം സർക്കാർ KSRTCക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ സർക്കാരിനെ കാത്തിരിക്കുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. ചെലവ് ചുരുക്കുക എന്നുള്ളത് പ്രായോഗികമല്ല എന്നാണ് മുഖ്യമന്ത്രി തന്നെ മുമ്പ് പറഞ്ഞത്. പക്ഷേ ഇത്തരം ചെലവുകൾ ചുരുക്കാമെന്നുള്ളത് മാത്രമല്ല, 85 ലക്ഷം രൂപ പൊതു ഖജനാവിൽ നിന്ന് മാസാമാസം ഇങ്ങനെ കൊടുക്കുമ്പോൾ അത് UDF സർക്കാരിനെ സംശയദൃഷ്ടിയോടുകൂടി നോക്കാൻ മാത്രമേ ഉപകരിക്കൂ. പൊതുജനങ്ങൾക്ക് സംശയമുണ്ടാകും. കാരണം പിണറായി വിജയൻ്റെ സർക്കാരിനെ കുറിച്ച് നമുക്കറിയാം, കമിഴ്ന്ന് വീണാൽ കാൽപ്പണം, നഖത്തിനിടയിൽ വരെ കള്ളം, പറ്റാവുന്ന അഴിമതികളെല്ലാം ചെയ്തിട്ടാണ് പിണറായി വിജയൻ്റെ സർക്കാർ ഇറങ്ങിപ്പോയത്. എന്ന് മാത്രമല്ല, കിട്ടാവുന്നിടത്തു നിന്നെല്ലാം കള്ളക്കടം വാങ്ങി അത് തിരിച്ചടവൊക്കെ അടയ്ക്കേണ്ട ബാധ്യതയും UDF സർക്കാരിനാണ്. അതുകൊണ്ട് തന്നെ UDF സർക്കാർ
ഈ ഒരു കരാർ, അതായത് ഈ സംസ്ഥാന പോലീസ് മേധാവി ആവശ്യപ്പെട്ടതുപോലെ UDF സർക്കാർ ഈ ഹെലികോപ്റ്ററിൻ്റെ കരാർ പുതുക്കില്ല എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷ. കാരണം ഈ പിഴകളായും നികുതികളായും കേരളത്തിലെ ജനങ്ങൾ പൊതുഖജനാവിലേക്ക് കൊടുക്കുന്ന പണം ഇങ്ങനെ ധൂർത്തടിക്കാനുള്ളതല്ല, പാഴാക്കാനുള്ളതല്ല. പിണറായി വിജയനൊക്കെ ഇത്തരത്തിൽ തകർന്നടിഞ്ഞ് തരിപ്പണമായി പോയതിന് കാരണവും ഇതുപോലെയുള്ള കാര്യങ്ങളാണ്. ജനങ്ങൾ ഇതൊന്നും മറക്കില്ല. വോട്ട് ചെയ്യാൻ നേരം അവരൊക്കെ ഇത് ആലോചിക്കും. പലരും ആ തെരഞ്ഞെടുപ്പ് സമയത്ത് പിണറായി വിജയൻ്റെ ഈ ഹെലികോപ്റ്റർ ദൂരത്തിനെ കുറിച്ച് സാധാരണക്കാർ പോലും സംസാരിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സാധാരണക്കാരായ ആൾക്കാർ പോലും ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ സർക്കാരിനെ എതിർക്കാനുള്ള ഒരു ത്രാണിയില്ല. പക്ഷേ അവർക്ക് എതിർക്കാനുള്ള ത്രാണി ഉണ്ടാകുന്നത് തെരഞ്ഞെടുപ്പ് കാലത്താണ്. ആ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ അവരുടെ അവകാശം വിനിയോഗിക്കും. അതുകൊണ്ട് UDF സർക്കാർ ഇത്തരത്തിലുള്ള പാഴ്ചെലവുകൾ നിയന്ത്രിക്കണം. സംസ്ഥാന പോലീസ് മേധാവിയുടെ ഈ ആവശ്യം അംഗീകരിക്കില്ല എന്നു തന്നെയാണ് കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷ.